ഇവരുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര നാച്ചുറലാ. അതായത് ചിലപ്പോൾ ഇച്ചിരി ഓവറാക്കാൻ ടെൻഡൻസി ഉള്ള സബ്ജക്റ്റുകൾ എപ്പോഴും സെലക്ട് ചെയ്യും ഇവര്. പക്ഷെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആക്ടിങ് ആണെന്ന് വിളിച്ചത്. ഞാനും അല്ല, അത് ആർക്കും ബോണായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, പിന്നെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. കുറച്ച് ഇമോഷണൽ സീനുകളൊക്കെ അതാണ് നമുക്ക് അത് ഓക്കെ ഇങ്ങനെയാണ് അല്ലേ, അങ്ങനെ ആവുന്നൊക്കെ ഒരു ചിന്തയിലായിരിക്കും പോകുന്നത്. ആളും ഞാനും അർജുന് ആളും കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആള് സംസാരിക്കും. നമുക്ക് സീനൊക്കെ ഞങ്ങൾ ഇവർക്ക് തനിയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുടേതായ കുറച്ച് രണ്ടുപേരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയും. ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ രണ്ടുപേരും മത്സരിച്ചാണ് ആ പരിപാടി പിടിച്ചത്. നമുക്ക് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. നമ്മളുടെ കാസ്റ്റിംഗ് പിഴച്ചില്ല. അതല്ല, ആദ്യം ആ എഴുതി വെച്ചതിലും നമ്മൾ ചിന്തിച്ചതിലും ഒരു പടിക്കൂടെ അവർ മേളിൽ നിന്നിട്ടായിരിക്കാം. അത് രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു ചിന്തകൾ ഉണ്ടായിരുന്നു. അത് ആര് ഒപ്പത്തിന് എത്ര എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ്. ഞങ്ങളത് മാത്രമല്ല ഇതിൽ അഭിനയിച്ചത്, നമ്മൾ ഈ ക്രിയേറ്റേഴ്സ് ആയിട്ട് വന്ന എല്ലാവരും ഇത്രയും വലിയൊരു പടം, ഇത്രയും വലിയൊരു ഇതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ നമ്മളെ ഏൽപ്പിക്കാം. നമ്മള് കാരണം ഒരിക്കലും അത് പാളിപ്പോരുത്. ക്രിയേറ്റേഴ്സിനെ ഏൽപ്പിച്ചു, അവര് അങ്ങനെ ഒരിക്കലും വരരുതെന്നുള്ള എഫേർട്ട് നമ്മൾ എടുത്തിരുന്നു.